ഹായ് ഹലോ നമസ്കാരം. ഹരിദ്വാറും ഋഷികേശും നൈനിറ്റാളൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ ഡൽഹിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, അത് നിങ്ങൾ ഡൽഹിയിൽ തന്നെ, അല്ലെങ്കിൽ ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അത് കാണിക്കറാന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. പലരും കേട്ടിട്ടുണ്ടാവും, നമ്മളെ പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ദി വേൾഡ് ഓഫ് പുളിയിഞ്ചി. Let us see the wonders of New Delhi. Come with us, sing with us. We are come. This is Pudulinji. കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതേ സ്ഥലം എന്നുള്ളത്. ഇത് ജന്തർ മന്ദർ. ഇതെന്താ മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ എന്നൊക്കെ പറയുന്ന പോലെ ഇതിൻ്റെ പേര് ശരിക്കും ജന്തർ മന്ദർ തന്നെയാണ്. ന്യൂഡൽഹിയിലുള്ള ഈ സ്ഥലം അധികം ദൂരമൊന്നല്ല, നമ്മുടെ ഡൽഹിയുടെ ഹൃദയഭാഗം അല്ലെങ്കിൽ CP കൊനാട്ട് പ്ലേസിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. തൊട്ടിപ്പുറം പാലിക ബസാറ്, അതുപോലെ നമ്മുടെ ജൻപത്തൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതൊരു സെൻറ്റർ, അതായത് ഇത് വേറെ തന്നെ ഒരു ഏരിയ അല്ല, ഇത് നമ്മുടെ ഡൽഹിയുടെ മെയിൻ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് ഉള്ളത്. കുറച്ചൊരു ഏരിയ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിലോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, കാണാം, ടൈം സ്പെൻഡ് ചെയ്യാം. 18th സെഞ്ച്വറിയിലാണ് ഇത് ശരിക്ക് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയുന്നു. ഇതൊരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഈ ജന്തർ മന്ദർ എന്ന് പറയുന്നത് ടൈമിനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് സെലസ്റ്റിയൽ, അതായത് പുറമേ നിന്നുള്ള വേറെ എന്തെങ്കിലും ബോഡീസിനെ മെഷർ ചെയ്യാം, ടെമ്പറേച്ചർ മെഷർ ചെയ്യാം, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് അതാണ് ജന്തർ മന്ദറിൽ ജസ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററീസ് എന്ന് പറയാം. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഇംഗ്ലീഷ് നെയിം വരുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരികയാണെങ്കിൽ അതെന്താണെന്നും അവിടെ എന്താണുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാനൊന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ, അത് വായിച്ചു. പിന്നെ സ്വാഭാവികമായും ഗൂഗിളിൽ ചെയ്ത് നോക്കി. പക്ഷെ നമുക്കറിയാം ജന്തർ മന്ദർ എന്ന് പറയാം, പക്ഷെ എന്താണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്തിനാണ് അത് ഉപയോഗിച്ചുകൊണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയുന്നു. പിന്നെ പുള്ളിക്കാരന് പ്രിസൈസായിട്ട് കറക്റ്റായിട്ടുള്ള ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സണ്ണിൻ്റെ മൂവ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും, നമ്മളെ പണ്ട് കാലത്ത് ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് കൊണ്ടിരുന്നത്. അത് ശരിക്കും പ്രാക്ടിക്കലായിട്ട് അവർക്കത് അതിൻ്റെ ഉപയോഗം ശരിക്കും പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് പുള്ളി അത് വലുതാക്കി. അത് ശരിക്കും ഒരു ബിൽഡിംഗ് ഒക്കെ പോലെ ഉണ്ടാക്കി വെച്ചു. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ മുകളിൽ നിന്ന് ഇപ്പോൾ ഡ്രോണൊക്കെ പറത്തി അല്ലെങ്കിൽ അങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പം ശരിക്കും നമുക്ക് ആ ഇൻസ്ട്രുമെൻസിൻ്റെ ഷേപ്പിൽ കാണും. മേഘം പെയ്തിറങ്ങി വാനിൽ മാറിവില്ലും തേടി ഞാൻ നിന്നെ സ്വപ്നഭൂമിയിൽ. എന്റെ വകന്യകേ വർണ്ണ ചിറകേറി വരുമോ എൻ മനസ്സിൽ ചേക്കേറാമൊരു സന്ധ്യാ പുഷ്പം ഞാൻ നിനക്കായി കാത്തുവെച്ചു. എൻ വീണ തന്ത്രികൾ മീട്ടാൻ നിന്നോമൽ വിരൽ തുമ്പിനാൽ എന്റെ വകന്യകേ. നിലാവിന്റെ വെട്ടത്തിൽ ഈ യമുനാ നദിക്കരയിൽ ഞാൻ നിൻ പാദസ്വനം കാതോർത്തിരിക്കും. നിമിഷത്തിൻ ചിറകേകുവാൻ വരില്ലേ നീ, വരില്ലേ നീ.
എന്തായാലും ജന്തർ മന്ദർ പോയതല്ലേ, അപ്പോൾ ഒരു പുതിയ പാട്ടും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണം. വരികളും മ്യൂസിക്കും എല്ലാം ഒരൊറ്റൊരാളാണ് ചെയ്തത്. ജന്തർ മന്ദറിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോവാണ്. ആൾക്കാരുണ്ട്, തിരക്കുണ്ടെന്ന് പറയാനില്ല. കാരണം ഈ ഒരു കുറച്ചൊരു ചെറിയൊരു ഏരിയ ആണ്, ആ ഒരു ഏരിയയിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇത് ഉള്ളിൽ പോകാനൊന്നും പറ്റില്ല, ഇതിൻ്റെ ഉള്ളിൽ കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ല. ജസ്റ്റ് പുറമേ നിന്ന് കാണാം, അത്രേ ഉള്ളൂ. പുറത്ത് നമ്മുടെ ഡൽഹി നഗരം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഒച്ചപ്പാടോ ബഹളമോ ഒന്നും ഉള്ളിൽ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, പൊടി അങ്ങനെ ഒരു പൊടിയോ പൊല്യൂഷനായിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നില്ല. പിന്നെ നോക്കി നല്ല രസമുണ്ട് കാണാൻ. നിങ്ങൾ ശരിക്കും നോക്കിയാൽ ആ ഒരു പണ്ടത്തെ 18ാം നൂറ്റാണ്ടിലെ നിർമ്മിച്ച ആ ഒരു സാധനങ്ങളാണ്. അതിൻ്റെ ആ സമയത്ത് അവർ ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, അത് ആ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നൊക്കെ ഉള്ളത് ശരിക്കും ഒരു സംഭവം തന്നെയാണത്. എന്തായാലും ഇത് എന്താ പറയുക, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇതുണ്ട്. ഇത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൽ എന്താ പറയുക, മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ ആണ് ഇത് ഉണ്ടാക്കിയത്. പുള്ളി ഇത് എന്താ പറയുക, ഒരു സാധാരണ നമ്മളിപ്പോൾ പറയില്ലേ നേക്കഡ് ഐ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഫോർ സ്റ്റാർ, പ്ലാനറ്റ്, സൺ ഇതിനൊക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത പുള്ളിയാണ്. ഇതിനെ നമ്മൾ വേണമെങ്കിൽ, അതായത് ഇതിനെ നമ്മൾ സാമ്രാട്ട് യന്ത്ര എന്നൊക്കെ ഇതിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് വരുന്നതിന് മുന്നേ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നോക്കിയാണ്. ആകാശത്തേക്ക് മുകളിലേക്ക് കയറി പോകുന്ന ടൈപ്പ് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇത് ആൾക്കാർ റീൽസൊക്കെ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ റീസൺ എന്തെങ്കിലും കാണും, അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആകാശത്തേക്കുള്ള സ്റ്റെപ്പ് എന്നൊക്കെ ഇതിന് പറയാൻ വേണമെങ്കിൽ. അങ്ങനത്തെ ഒരു അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനൊരു മിസ്റ്ററി അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേകത, ഭയങ്കരമായൊരു മിസ്റ്ററി സത്യമാണ്. കാരണം പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കിയ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിന് കറക്റ്റായിട്ട് സമയം പറയാൻ പറ്റും. അത് അക്യുറസി, അതായത് അപ് ടു ഒരു 2 സെക്കൻഡ്സിൻ്റെ മാത്രം ഇതിൽ കറക്റ്റായിട്ട് സമയം പറയാൻ പറ്റും ഇതിൽ. ഇപ്പോൾ എനിക്കായാലും ആദ്യം അറിയില്ലായിരുന്നു ജന്തർ മന്ദർ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. പക്ഷെ അല്ല, ജന്തർ മന്ദർ ടോട്ടൽ ഈ പറഞ്ഞ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ ഒരു 5 ജന്തർ മന്ദർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ന്യൂഡൽഹിയിൽ, പിന്നെ ഒന്ന് ജയ്പൂർ, ഉജ്ജയിൻ, മധുര, പിന്നെ വാരണസി. പക്ഷെ അതിൽ വാരണസിയിൽ ഉണ്ടാക്കിയ ഈ ഒരു ജന്തർ മന്ദർ എനിക്ക് തോന്നുന്നു, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ 1800 സംതിങ്ങിലാണ് അത് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ടത്. എല്ലാത്തിൻ്റെയും കാലിയുടെ എഴുതി വെച്ചിട്ടുണ്ട്. മിശ്ര യന്ത്ര എന്താണ് സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ CPയുടെ കൊണാട്ട് പ്ലേസിൻ്റെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ്. ഷോപ്പിങ്ങിന് പാലിക്ക ബസാറിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോവാം. ഷോപ്പിംഗ് നടക്കും, ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലം കണ്ടുവെന്നുമായി. പിന്നെ എന്താ പറയുക, അപ്പോഴത്തെ ബാക്കിൽ തന്നെ ജൻപത്ത് ഉണ്ട്. ജൻപത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ജന്തർ മന്ദറിൽ നിന്ന് അപ്പോൾ പുളിഞ്ചി signing out. See you in the next video. Bye bye.